ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്ന് നമ്മുടെ വീഡിയോ വീറ്റ് ഗ്രാസിനെ കുറിച്ചുള്ളതാണ്, അഥവാ ഗോതമ്പ് പുല്ല്. ആർക്കൊക്കെയാണ് ഗോതമ്പ് പുല്ലിൻ്റെ ജ്യൂസ് കഴിക്കുന്നത് നല്ലത്, അഥവാ ഇതാരൊക്കെ കഴിക്കരുത്, ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ വീറ്റ് ഗ്രാസ് എങ്ങനെയാണ് ഇത്രയും പ്രചാരത്തിൽ വന്നത് എന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. അതായത് ഒരു US-ലുള്ള ആൻ എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ആദ്യമായിട്ട് ഈ വീറ്റ് ഗ്രാസിനെ കുറിച്ച് പറയുന്നത്. അവരുടെ ഗ്രാൻഡ് മദർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർക്ക് അവരുടെ വാർദ്ധക്യത്തിൽ ഒരുപാട് അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഒരു വീറ്റ് ഗ്രാസ് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് പേർക്ക് ഇത് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ഇവരെ ഇന്ത്യയിലേക്ക് വിളിക്കുകയും അവർ ഇവിടെ വന്നിട്ട് മുംബൈയിൽ വെച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ അവരെ കുറേ കാലം ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ ഈ വീറ്റ് ഗ്രാസ് വളരെ പ്രചാരത്തിൽ വന്നത്. വീറ്റ് ഗ്രാസ് ജ്യൂസ് അതുപോലെ തന്നെ അതിൻ്റെ പൗഡറൊക്കെ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. നമുക്കിത് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഗോതമ്പ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് തന്നെ നമുക്കതൊരു 12 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ മൈക്രോ ഗ്രീൻസൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒരു പാത്രത്തിൽ നമുക്കൊരു ബോക്സിൽ മണ്ണെടുത്തിട്ട് അതിലേക്ക് ഈ കുതിർത്ത് വെച്ച ഗോതമ്പ് ഇട്ട് കൊടുത്ത് മുകളിലും കുറച്ച് മണ്ണ് വെതറി കൊടുക്കാവുന്നതാണ്. ഇത് 2-3 ദിവസം കഴിയുമ്പം തന്നെ മുള വരും. അപ്പോൾ ഇതൊരു 7 ദിവസം ആവുമ്പോഴാണ് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. 7 ദിവസം വളർച്ചയെത്തിയ ഈ ഗോതമ്പ് പുല്ല് കട്ട് ചെയ്തെടുത്ത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു മിക്സർ ഗ്രൈൻഡറിലിട്ടിട്ട് നമുക്കിത് ജ്യൂസാക്കി എടുക്കാം. ഈ ജ്യൂസ് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു 30 ml മാത്രമാണ് ഡെയിലി കഴിക്കേണ്ട ഡോസ്. ഒരു 20 to 30 ml അത്ര മാത്രമേ കഴിക്കാവൂ. അതിൽ കൂടുതൽ ഒരുപാടൊന്നും ഇത് കഴിക്കരുത്. ഇത് ഡെയിലി കഴിക്കാം. ഇനി ഇതിൻ്റെ പൗഡറാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പൗഡർ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു ദിവസം. അതായത് ഒരു 1/2 കപ്പ് വെള്ളത്തിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇതിൻ്റെ പൗഡർ ഒഴിച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ഈ 7 ദിവസം വളർച്ചയെത്തിയ പുല്ല് നമുക്ക് അരിഞ്ഞെടുത്ത് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാവുന്നതുമാണ്. ഇങ്ങനെ ഇത് പറിച്ചെടുക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അടിയിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നുമില്ല. പുല്ല് നല്ല ക്ലീൻ ആയിരിക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒരുപാട് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ A, B, C, അതുപോലെ D, പിന്നെ E, അതുപോലെ ധാരാളം മിനറൽസായ കാൽസ്യം, അയൺ, സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, സെലീനിയം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ്, പ്രോട്ടീൻസ് ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ ഇതിൽ 70% ക്ലോറോഫിൽ കണ്ടൻറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഒരുപാട് ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഒരു ഫുഡാണ് ഇത് കേട്ടോ. ഒരുപാട് വിറ്റാമിൻസും മിനറൽസും അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡീടോക്സിഫൈങ് ഡ്രിങ്കായിട്ട് ലിവർ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് നല്ലൊരു ബ്ലഡ് പ്യൂരിഫയർ കൂടിയാണ്. 75% ക്ലോറോഫിൽ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് ഇത് ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഡൈജഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഇഷ്യൂസിനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഡൈജഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാനും അതുമൂലം ബാക്കിയുള്ള മിനറൽസിൻ്റെയും വിറ്റാമിൻസിൻ്റെയും ഒക്കെ അബ്സോർപ്ഷൻ കൂട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഇത് സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒരുപാട് ബെനിഫിഷ്യലാണ്. സ്കിന്നിൻ്റെ റിങ്കിൾസ് കുറക്കാനും കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് കുറക്കാനും ഏജിങ്ങിനെ കുറക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ പിഗ്മെൻറ്റേഷൻ കുറക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ കൂട്ടാനും ഈ ഒരു ഡ്രിങ്ക് വളരെ സഹായകമാണ്. ഇത് ആരൊക്കെ കഴിക്കരുത്, അതുപോലെ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ചിലവർ നമ്മൾ ആദ്യമായിട്ടായിരിക്കുമല്ലോ ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവുക. അങ്ങനെ കഴിക്കുമ്പോൾ ചിലർക്ക് ഇത് വയറിൽ പിടിക്കണമെന്നില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ നോസിയ, അതുപോലെ വോമിറ്റിങ്, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ കുറച്ച് ദിവസം ചിലപ്പോൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറും. അതല്ല, ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവർ ഒന്ന് ഗ്ലൂട്ടൻ അലർജി ഉള്ളവരാണ്. ഗ്ലൂട്ടൻ അലർജി ഉള്ളവർ ഇത് ഉപയോഗിക്കരുത്. അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരും ഇത് ഉപയോഗിക്കരുത്. ഇനി നിങ്ങൾക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടി മാത്രം ഉപയോഗിക്കുക. അതുപോലെ നിങ്ങൾ ബ്ലഡ് തിന്നിങ്ങിനുള്ള മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കരുത്.